ഹായ് ഹലോ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോസിൻ്റെ ബാക്കിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതാ നഷ്ടപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് സാമ്പാർ വയ്ക്കാൻ പോകണം കേട്ടോ. ഒരു തട്ടിക്കൂട്ടി സാമ്പാറാണ്. എൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒപ്പിച്ച് വയ്ക്കുന്നൊരു സാമ്പാറാണ് കേട്ടോ, തേങ്ങയൊന്നും ചേർക്കാത്തത്. അങ്ങനെ പരിപ്പും മഞ്ഞപ്പൊടിയും സാമ്പാർ പൊടി ഉള്ളി അതൊക്കെ ഇട്ടിട്ട് പരിപ്പ് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ എൻ്റെ അടുത്തുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ ഞാനൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. 2 തക്കാളി, കുറച്ച് വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, പിന്നെ ഉള്ളത് ചേനായിരുന്നു കേട്ടോ, ഉരുളക്കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ സാമ്പാറൊക്കെ ഒന്ന് താളിച്ചിട്ടു. ഇതിൻ്റെ ഇടയിൽ ഇതാ ചായയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവക്കാക്ക്. പിന്നെ ഞങ്ങളൊന്ന് പാലക്കാടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. പിന്നെ റേഷൻ കടയ്ക്കൊക്കെ പോയി. പാലക്കാട് പോയപ്പോഴേ അധികം കിട്ടാത്തൊരു ഐറ്റം കണ്ടു കേട്ടോ. അപ്പോൾ ഇത് വേസ്റ്റാക്കി കളയുന്ന ഒരു ഐറ്റമാണ്, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വാഴക്കത്തൊലി കുറച്ച് എടുത്തിട്ട് വന്നു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതാ ഡപ്പയിലൊക്കെ ആക്കി വെച്ചു. പിന്നെ ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാവേ. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ ചോറും സാമ്പാറും മുളക് വറുത്തതും വഴക്കത്തൊരു ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ വേവിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ റസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ അവനിക്കൊരു ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഈ ഒരു വലിയ കപ്പ് ഫുള്ളൊന്നും കൊടുക്കില്ല കേട്ടോ, അതിൽ ഏകദേശം ഒരു 2.5 ഗ്ലാസ് ചായ കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ബൂസ്റ്റാണ് കേട്ടോ ഈ ഒരു കപ്പിൽ കൊടുക്കുന്നത്. അങ്ങനെ ബൂസ്റ്റും ഉണ്ണിയപ്പൊക്കെ അവനിക്ക് കൊടുത്ത ശേഷം ഞാനും അവിടെ ഇരുന്ന് ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ചായ കുടിക്കാനത് ഈ ഒരു കാക്കച്ചി പെണ്ണും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പൊക്കെ വാങ്ങിയിട്ട് പോയിട്ട് എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ ഞാനിത് മോനെ ട്യൂഷന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവൻ്റെ കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അവനിക്ക് ഇന്ന് സ്കൂളും ട്യൂഷനൊക്കെ പോകാൻ മടിയാണ്, കാരണം ഞാനിവിടെ ലീവ് എടുത്തിരിക്കാനല്ലോ, അതാണ് മെയിൻ കാരണം. ട്യൂഷന് വിടാൻ പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഈ ഒരു പൂ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യക്കൂടെ നിൽക്കുക.